ജീവന്റെ ജീവനായ എന്റെ ജീവ, എനിക്ക് നിന്നെ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടിയാലുണ്ടല്ലോ അത് നിന്റെ ലെക്കായിരിക്കും. നീ ആര്യനാടിന്റെ ഓക്കെ. എൻ്റെ ജീവിതം നശിപ്പിച്ചവനാണ്, എന്നെ മരണത്തിലേക്ക് വരെ തള്ളിയിട്ടവനാണ്, അവനെ ഞാൻ ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ. എല്ലാവരും കമൻ്റ് ഇടുക സൂപ്പർ ജോഡിയാണെന്ന് പറഞ്ഞ്. അവൻ കെട്ടിയതാണല്ലോ, അല്ലല്ലോ, ആണ് കെട്ടി ഒരു കൊച്ചുണ്ട്, അവരെ കളഞ്ഞിട്ട് ഇവളെയും കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതായത് ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അനുമോൾ, ജീവൻ, ഇവരുടെ ഒരു ചർച്ച മൊത്തത്തിൽ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ്. ഓക്കെ, വളരെ മോശമായിട്ടുള്ള രീതിയിലും ഒക്കെ എന്താണ് അനുമോളെ പോർട്രേ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനുമോളെ ഇഷ്ടപ്പെടുന്നവർ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ കേൾക്കുന്ന കാര്യങ്ങളൊന്നും അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല. എന്താണെന്നുള്ള കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം ജീവൻ ബിഗ് ബോസ് വീട്ടിൽ കയറിയെന്നാണ് അറിയുന്നത്. ഞാനത് കണ്ടിട്ടില്ല. ഓക്കെ, അത് കയറിയിട്ടുണ്ടെന്തോ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കയറിയെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് പണ്ട് ജി ബൂമ്പ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇങ്ങനെ 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 ഇരിക്കുന്ന ഒരു ആ അതിൻ്റെ പേരും പറഞ്ഞു മൈഡിയ എന്തോ സംഭവം, എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ, പണ്ട് കണ്ടിട്ടുണ്ട്. പേരറിയുന്നില്ല, അതിൻ്റെ കമൻറ്റ് ചെയ്യുക. ഒരു സീരിയലോ എന്തോ സംഭവമാണത്. അപ്പം അന്ന് കണ്ടിട്ടുള്ള ആ പയ്യനാണ് പിൽക്കാലത്ത് വളരെ നല്ലൊരു നടനായിട്ടൊക്കെ സീരിയലിലും സിനിമയിലൊക്കെ ഉണ്ട്. ഒരു പല സിനിമകളിലും അദ്ദേഹം ഉണ്ട്. മറ്റേ നമ്മുടെ ദിലീപേട്ടൻ്റെ ഒരു സിനിമയ്ക്ക് ദിലീപേട്ടൻ അനിയനായിട്ടൊക്കെ അടിപൊളിയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. നമ്മുടെ നിത്യ അല്ലേ, മമത മോഹൻദാസിൻ്റെ കൂടെയൊക്കെയുള്ള. സോ അങ്ങനെ ആ പയ്യൻ ഇവരുമായിട്ടൊന്ന് റിലേഷൻഷിപ്പിലാണ്, ബ്രേക്കപ്പായി. ഇതിനകത്ത് അനുമോൾ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഭയങ്കര വൈറലാവുന്നതും വിവാദമാവുന്നതും. എൻ്റെ ജീവിതം നശിപ്പിച്ചവനാണ്, എന്നെ മരണത്തിലേക്ക് വരെ തള്ളിയിട്ടവനാണ്, അവനെ ഞാൻ ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ. ബിഗ് ബോസ് ഹൗസിലെ കൈ കൊടുക്കൽ വിവാദം ജീവനും അനുമോളും എന്ന് പറഞ്ഞിട്ടാണത്. ബിഗ് ബോസ് വീട്ടിലെ അതിഥി മത്സരാർത്ഥിയായി എത്തിയ ജീവൻ പുറത്തേക്ക് പോകുന്ന അവസരത്തിൽ സഹമത്സരാർത്ഥിയായ അനുമോൾക്ക് കൈ കൊടുക്കാൻ ശ്രമിച്ച ശ്രദ്ധേയമായി. എന്നാൽ അനുമോൾ ഇതിനോട് പ്രതികരിച്ച രീതിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. വീഡിയോ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് അനുമോൾക്ക് കൈ കൊടുക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു എന്നാണ്. അനു കൈ കൊടുക്കാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ജീവൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം അനുമോളുടെ അടുത്ത് പോയി നിർബന്ധിച്ച് കൈ ചോദിച്ചു വാങ്ങി ഷേക്ക് ഹാൻഡ് നൽകുകയും തോളിൽ തട്ടുകയും ചെയ്ത ശേഷമാണ് പോയത്. അനുമോൾക്ക് താല്പര്യമില്ലാത്തത് എന്തുകൊണ്ട്? ഈ സംഭവത്തിന് പിന്നാലെ അനുമോൾ ഡ്രസ്സിംഗ് റൂമിൽ പോയി ആദിലോടും നൂറയോടും സംസാരിച്ച കാര്യങ്ങളാണ് ഈ സംഭവത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നത്. അനുമോൾ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: അവൻ എൻ്റെ ജീവിതം കുളം തോണ്ടിയവനാണ്, നശിപ്പിച്ചവനാണ്, എൻ്റെ ജീവിതം നശിപ്പിച്ചവനാണ്, എന്നെ മരണത്തിലേക്ക് വരെ തള്ളിയിട്ടവനാണ്, അവനെ ഞാൻ ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വിശ്വസിച്ച ഒരാളാണ്, കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ. അതായത് അനുമോൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ജീവൻ എന്ന് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇരുവൻ തമ്മിൽ പുറത്തേക്ക് എന്തോ വ്യക്തിപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ജീവൻ വന്നപ്പോഴും അനുമോൾ മൈൻഡിലായിരുന്നതും ഇപ്പോൾ കൈ കൊടുക്കാൻ താല്പര്യമില്ലാത്തതും. ഈ സത്യം പറഞ്ഞാൽ അനുമോൾ എന്നുള്ള കണ്ടസ്റ്റന്റിന്റെ ബിഗ് ബോസ് ഹൗസിലെ പല ഗെയിമുകളോടും എല്ലാത്തിനോടുമല്ല പല തരത്തിലുള്ള സംഭവങ്ങൾ പുറത്ത് വരുന്ന പലതിനോടും എനിക്ക് വിയോജിപ്പാണുള്ളത് എന്ന് കരുതി എനിക്ക് അവരോട് കടുത്ത വെറുപ്പ്. അവരോടൊന്നല്ല, എനിക്ക് ഒരു കണ്ടസ്റ്റൻസിനോട് എനിക്ക് ഈ നിമിഷം വരെ വെറുപ്പുമില്ല, അടുപ്പും തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പം ഇതാണ് ആ ഒരു കാണിക്കുന്ന ഒരു ഫോട്ടോ പുറത്ത് വന്നിരിക്കുന്നത്. പുള്ളിക്കാരനെ കൈ കൊടുക്കുന്നു, എന്നിട്ടും അനുമോൾ ചെറിയ ചിരിയിരിക്കുന്നു. അനുമോൾ പക്ഷേ കൈ പൂർണ്ണമായിട്ട് കൊടുക്കുന്നില്ല, തിരിച്ച് പിടിച്ച് നിൽക്കുന്നൊരു സംഭവമാണ്. ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പോസ്റ്റ് കൂടെ വന്നിട്ടുണ്ട്. അനുമോൾക്ക് ഇത് എന്ത് പറ്റി? ഇവൻ വന്നപ്പോൾ മുഖമങ്ങ് വാടിപ്പോയല്ലോ, ഇവർ തമ്മിൽ എന്തെങ്കിലും പൂർവ്വകാല ചരിത്രം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് പ്ലക്കോ എന്ത് പ്ലക്ക് ഇന്റർവ്യൂ ഫ്രണ്ട് ആണെന്നാണ് ഇന്റർവ്യൂവിൽ ഫ്രണ്ട് ആണെന്നാണ് പറഞ്ഞിരുന്നത്. പഴയ കഥകൾ ഓർമ്മ വന്ന് കാണും. കുടുംബങ്ങളുടെ കൊണച്ച സ്വഭാവം മനസ്സിലായി അവൻ ഇട്ടിട്ട് പോയി. എക്സ് ആയിരുന്നു, സത്യമാണോ എങ്ങനെ അറിയാം? ഇന്റർവ്യൂ ഉണ്ട്, പോയി കിടപ്പുണ്ട്. ജീവ മുമ്പായിരുന്നു അവളുടെ കാര്യം, മുൻ കാമുകനല്ലേ? അനുവും ജീവനും തമ്മിൽ പ്രണയത്തിലായിരുന്നു, ബട്ട് ജീവൻ മാരീഡ് ആണ്. അനുവും ജീവൻ തമ്മിൽ പ്രണയത്തിലായിരുന്നു, ബട്ട് ജീവൻ മാരീഡ് ആണെന്നൊക്കെ പറഞ്ഞു. അനുമോൾ എന്ത് മണ്ടത്തിലാണ് കാണിച്ച് ഇവൻ്റെ ഒക്കെ കൂടെ കഷ്ടത്തേപ്പ് പറയുന്ന ഈ കൂടെ സുന്ദരിയായ പെണ്ണിനെയും കൊണ്ട് വന്നതും കൊണ്ട് ആണും പെണ്ണും കൈ കൊടുത്ത് കിസ് ചെയ്തില്ലേ? ഓക്കെ, ഇവനെയെല്ലാം പ്രേമിക്കാൻ മാത്രം ഗതികേട് ആയിരുന്നോ ഇവൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം കമൻറ്റുകൾ. എന്നാൽ ഈ സാധനത്തിന് മറ്റൊരു ഒരു വശം എന്നൊക്കെ പറയാം. ഞാനിത് ഇത്രയും വായിച്ചതും ഒക്കെ സോഷ്യൽ മീഡിയ ആണ്. ഒരു ബിഗ് ബോസ് ഷോ നടക്കുമ്പോൾ ഇതെല്ലാം എടുത്തു വെച്ച് ചർച്ച ചെയ്യും. എനിക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് പറയേണ്ട കാര്യങ്ങൾ എനിക്ക് പറയണം എന്നുള്ള കാര്യം ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതിന് ഈ ഒരു വീഡിയോ കാണണം, നിങ്ങൾ കണ്ടുവെക്കാം. ഇതൊരു 2 വർഷത്തിന് മുമ്പ് ഒരു ചാനലിൽ ജാങ്കോ സ്പേസിൽ വന്നൊരു ഇൻ്റർവ്യൂ ആണ്. ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് കുറച്ചധികം കാര്യങ്ങൾ ഉണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആവും. ജീവന്റെ ജീവനായ എന്റെ ജീവ, എനിക്ക് നിന്നെ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടിയാലുണ്ടല്ലോ അത് നിന്റെ ലെക്കായിരിക്കും. നീ ആര്യനാടിന്റെ ഓക്കെ, അതായത് എൻ്റെ ജീവന്റെ ജീവനായ ജീവ. അതായത് ഇതിനകത്ത് ഒരു കണ്ടസ്റ്റന്റ് ഇവർക്ക് കൊടുത്തേക്കുന്ന ഒരു ചെറിയൊരു ഇതാണ്. ഇങ്ങനെ സംഭവം ഒരു സെഗ്മെൻ്റാണ്. അതിനകത്ത് പ്രേമലേഖനം എഴുതുക എന്നുള്ള കാര്യം. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയലേഖനം എഴുതി. അപ്പം ജീവന് വേണ്ടിയിട്ട്
ജീവന് വേണ്ടിയിട്ട് ഈ അനുമോൾ എഴുതിയ പ്രണയലേഖനം പോലത്തെ സംഭവം അതൊരു ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമാണ്. സ്വന്തം പുത്രി അല്ല ചേട്ടനകത്ത് മറ്റേ സാധനം ഉണ്ട്, താണ്ടി വരുന്നത് സാഹിത്യം. എന്റെ അണുവിന്റെ അണുവാ തമാശ വേണ്ട. അതുപോലെ ഞാൻ ആര് കൂടെ അഭിനയിച്ചാലും ഇപ്പൊ തങ്കച്ചേട്ടനും ഞാൻ അത് എക്സാമ്പിൾ എടുക്കാം. ഇപ്പോഴും ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും പറയുന്നത്, അതും മുതിർന്ന ആൾക്കാരാണ് പറയുന്നത്, എന്ത് തങ്കച്ചേട്ടൻ തേച്ചു. ഓക്കെ, ഇവിടെയാണ് ആ ഒരു സംഭവം കിടക്കുന്നത്. അതായത് കുറച്ച് മുമ്പ് സംസാരിച്ച ജീവനോട് വളരെയധികം ഇഴുകിച്ചേർന്ന് സംസാരിച്ചതും ഒരു പ്രണയലേഖനം എഴുതാൻ ആങ്കർ പറഞ്ഞപ്പോൾ ഒരു പ്രണയലേഖനം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുകയും ചെയ്തു. അപ്പൊ അതൊരു ആ ഒരു താൽക്കാലികമായിട്ട് അവർ അഭിനയിക്കുന്നവരാണ്. ഒരുമിച്ച് അഭിനയിച്ച് സീരിയലൊക്കെ അഭിനയിച്ചു, വളരെ നന്നായിട്ട് ആ സീരിയൽ മുന്നോട്ട് പോയതാണ് ഞാൻ അറിയുന്നത്, കണ്ടിട്ടില്ല. പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ അതിനകത്ത് അഭിനയിച്ചിട്ടെന്ന് തോന്നുന്നു അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു. സോ അവർ വളരെ സക്സസ്ഫുൾ ആയത് ആ സീരിയൽ വന്നതിന് ശേഷമാണ് അനു വളരെയധികം പ്രചാരത്തിലേക്കും ഭയങ്കര ഫെയിമിലേക്കൊക്കെ എത്തിയത്, ഭയങ്കര ഉയർച്ചയിലേക്കൊക്കെ പോയി. അപ്പം കൂടെ അഭിനയിച്ചിട്ടുള്ളൊരു പയ്യനാണ് ഈ പറഞ്ഞ ജീവൻ. അപ്പം ജീവൻ ഗോപാൽ ശരിക്കും പറഞ്ഞാൽ മാരീഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം മാരീഡാണ്, അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആണെന്നുള്ളൊരു കാര്യവും അറിയുന്നു. എല്ലാവരും കമന്റ് ഇടുക സൂപ്പർ ജോഡിയാണെന്ന് പറഞ്ഞ്. അവൻ കെട്ടിയതാണല്ലോ, അല്ലല്ലോ, ആണ് കെട്ടി ഒരു കൊച്ചുണ്ട്, അവരെ കളഞ്ഞിട്ട് ഇവളെയും കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതായത് പുള്ളിക്കാരനൊരു വൈഫും കുഞ്ഞും ഉണ്ട്, പക്ഷേ അവരെ കെട്ടിയിട്ട് അവരെയും കളഞ്ഞിട്ട് ഈ പുള്ളിക്കാരിയുടെ കൂടെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ആണോ എന്നൊക്കെ ചോദിച്ചു. അതേ മിഹാൻ ജീവൻ അങ്ങനെ എന്തോ ആണോ ബേബിയുടെ നെയിം. ഓക്കെ, യൂട്യൂബ് തന്നെ ഉണ്ട് വെഡ്ഡിങ് വീഡിയോ, ജീവൻ ആൻഡ് ജ്യുവൽ വെഡ്ഡിങ് എന്ന് സെർച്ച് ചെയ്താൽ ആക്കിയാൽ മതി. എന്നാലും ഇവൻ പറയുന്നത് ഫേക്ക് എന്നാ. ഓക്കെ, അങ്ങനെയൊക്കെ പറയുന്നു. നിങ്ങൾ കപ്പിൾസ് ആണോ? അത് നമ്മൾ പുറത്ത് വിടാൻ പോവുകയാണ് എക്സ്ക്ലൂസീവ്ലി. ഇനി പറയാം, ഓപ്പണായിട്ട് പറയാം, നമ്മൾ തമ്മില് നാളെ വരുന്നു. ഇപ്പോഴും ചേട്ടനല്ലേ പറയണ്ട, ചേട്ടൻ പറ. നിങ്ങളുടെ രണ്ടുപേരെയും റീലിന്റെയും പോസ്റ്റിന്റെയും ഒക്കെ അടിയിലെ കമന്റ്സ് ഞാൻ പറയാതെ നിങ്ങൾ രണ്ടുപേരും കാണുന്നുണ്ടാവുന്നുണ്ട് അല്ലേ? അതെ, കാണുന്നുണ്ട്. ചേട്ടൻ ഇതുപോലെ മലയാളി മങ്കൻ അല്ല, ഒന്നുമില്ല, പറഞ്ഞോളൂ. എന്റെ അടുത്ത് എന്റെ കൂടെ ആര് കൂട്ടുകൂടിയാലും അവർ പിന്നെ ഭയങ്കരമായിട്ട് എപ്പോഴും വിളിക്കുന്നു, സംസാരിക്കും, അങ്ങനെയൊക്കെയാ. ഇപ്പൊ മാത്രം ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. എന്നിട്ട് ഞാൻ ഫോമിൽ ചോദിച്ചു, നീ എന്താ മിണ്ടത്? ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ട് ഐഡിയ ആണല്ലോ. എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അവർ തമ്മിൽ നല്ലൊരു സിങ്കുണ്ട്. രണ്ട് വ്യക്തികളും തമ്മിൽ വളരെയധികം അടുപ്പമുണ്ട്. ആ അടുപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർ കാണുമ്പോൾ തെറ്റിദ്ധരിച്ചതാവാം. ഇനി അതർവൈസ് ഇനി അവർക്കിപ്പം അദ്ദേഹം മറ്റൊരു മാരേജ് കഴിഞ്ഞ ഒരു കുട്ടിയൊക്കെ ഉണ്ട്, അതിനുശേഷം ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായെന്നുള്ള കാര്യം എനിക്കറിയാത്തടത്തോളം കാലം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് ഇവർ തമ്മിൽ ഉള്ള വ്യക്തിപരമായ കാര്യം അവർ തമ്മിൽ പബ്ലിക്കിലേക്ക് അത് ചർച്ച ചെയ്യാത്തടത്തോളം കാലം അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ഒരു ഗെയിമിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള നിലയ്ക്ക് ഇപ്പം അവിടുത്തെ അവരുടെ ഗെയിമിനെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ അതൊന്നും അവരുടെ ഈ പേഴ്സണിൻ്റെ അകത്തുള്ള കാര്യം എടുത്ത് പുറത്തിടേണ്ട ഒരു കാര്യമായിട്ട് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അനുമോൾക്ക് ഒരുപാട് നമ്മൾ പല ആൾക്കാരുടെ വീക്ഷണകോണുകൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇപ്പോൾ റെഗുലറായിട്ട് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ അനുമോളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കാണാത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് അനുമോളെ എന്നല്ല ആരോടും എനിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യം ഈ സീസൺ തോന്നുന്നുമില്ല, താല്പര്യവുമില്ല. എന്നാൽ ഇവിടെ അനുമോളും ജീവൻ ഗോപാൽ എന്ന് പറഞ്ഞ പയ്യൻ, ജീവൻ ഗോപാൽ വിവാഹം കഴിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു കുഞ്ഞായി, അദ്ദേഹം ഡിവോഴ്സ് ചെയ്യപ്പെട്ടു എന്നടക്കം പറയുന്നു. ഇനി ഈ അനുമോൾ പറയുന്ന ഒരു കഥയിലാണെങ്കിൽ തൻ്റെ ജീവിതം നശിപ്പിച്ച് നാമാവശേഷമാക്കിയിട്ട് ആത്മഹത്യയുടെ വക്കിലോളം എത്തിച്ചിട്ടുള്ള ഒരു നീചനായിട്ടുള്ള തേപ്പുകാരനായിട്ടുള്ള റോളിലേക്കൊക്കെയാണ് ഈ അനുമോൾ പറഞ്ഞത് പ്രകാരം, അഥവാ BB ഹൗസിൻ്റെ അകത്ത് പറയപ്പെടുന്നു എന്ന് പറഞ്ഞ് പുറത്ത് വന്ന ആ ഒരു കാര്യം കാരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എന്താണെങ്കിലും അവരുടെ പേഴ്സണലാണ് ഞാൻ പറയുന്നത്, അത് അവരുടെ പേഴ്സണൽ തന്നെയാണ്. ഇനിയിപ്പം ജീവനെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അകത്തേക്ക് അയച്ചേക്കുന്ന ബിഗ് ബോസിൻ്റെ ഒരു അടിയാണ്. അടിപൊളി സ്ട്രാറ്റജി ആലോചിച്ച് നോക്കണം. ജീവൻ അകത്തേക്ക് അയക്കുന്നത് സ്വാഭാവികം അവിടെ അനുമോൾ ഈ ഒരു കാര്യമൊക്കെ പുറത്ത് പറയണം, അനുമോളുടെ വായിൽ നിന്ന് ഇതൊക്കെ ഒന്ന് വീഴണം, ഇതിനെ വെച്ച് പുറത്ത് ചർച്ചയാക്കണം, ഇതൊരു കോൺട്രവേഴ്സി ആക്കണം, അതിലൂടെ നശിപ്പിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. അതാണ് നടന്നിരിക്കുന്നത്. അതായത് ഇപ്പം ഇത് കാണുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ട് എന്താ പറയുക, കല്യാണം കഴിഞ്ഞൊരു ഭാര്യയൊക്കെയുള്ള ഒരു കുട്ടിയൊക്കെയുള്ള ഒരുത്തൻ്റെ കൂടെ അഴിഞ്ഞാടി നടന്നൊരുത്തി എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അവർക്കിടയിൽ നടന്നിട്ടുള്ളത് വളരെ ആത്മാർത്ഥമായ ഡീപ്പായിട്ടുള്ള എത്രയോ സുഹൃത്തുക്കൾ, സൗഹൃദങ്ങൾ, ഒരുമിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുന്നുണ്ട്, ഒരു റൂമിൽ ചിലപ്പോൾ കിടന്നുറങ്ങുന്നുണ്ട്, അവർ പല സ്ഥലങ്ങളിലേക്ക് മറ്റ് പല കാര്യങ്ങളൊക്കെ ഏർപ്പെടാറുണ്ട്, രാത്രിയിൽ ഒരുമിച്ചൊക്കെ പോകാറുണ്ട് എന്നൊക്കെ കരുതിയിട്ട് അവർ തമ്മിൽ മറ്റേ ബന്ധമാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അവർ തമ്മിൽ വളരെ അടുത്ത് ഇടപഴകിയിട്ടുണ്ടാവും. ഒരു സീരിയലൊക്കെ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ തമ്മിൽ ആത്മബന്ധം വളരെയധികം അടുപ്പമുണ്ടാകും. നമ്മുടെ ലാലേട്ടൻ്റെ മമ്മൂക്കയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചില സിനിമകളിൽ നമ്മുടെ നായികമാരോട് അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രണയം വരാൻ വേണ്ടിയിട്ട് നമുക്ക് അവരുടെ പ്രണയം തോന്നിപ്പിക്കും. ചിലപ്പോൾ ആ ഒറിജിനലായിട്ടുള്ള പ്രണയം ആയിരിക്കില്ല എങ്കിൽ ഒരു പ്രണയം അവരോട് ഉണ്ടായേക്കാം ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിനകത്തുനിന്ന്. അതുകൊണ്ട് ഇവർക്ക് തമ്മിൽ വളരെ നല്ലൊരു അടുപ്പം ഉണ്ടായിട്ടുണ്ടാവാം. അതിനപ്പുറത്തേക്ക് ഇവരുടെ ലൈഫിൻ്റെ അകത്തേക്ക് ഇഴകീറിപ്പോയി ഇതിനകത്ത് ഇങ്ങനെയാണ്, ഇവൾ തേപ്പുകാരിയാണെങ്കിൽ അയാൾക്ക് ഒരു കുടുംബം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു, അയാളുടെ കുടുംബത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവമാണ്, അയാളും വളരെ ഫ്രോഡാണ്, ഇവനും വലിയ ഫ്രോഡാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിനോടൊന്നും
യോജിക്കാൻ പറ്റത്തില്ല. രണ്ട് വ്യക്തികളാണ്. ആത്യന്തികമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്ന അനിമോൾ ആ ഒരു കണ്ടസ്റ്റൻ്റായി പുറത്തിറങ്ങുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് ആ കുട്ടി അത് പുറത്തിറങ്ങിയതിനു ശേഷം ഇത് അഫക്റ്റ് ചെയ്യുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ വേണമെങ്കിൽ തത്വത്തിൽ മറ്റൊരു കണ്ടസ്റ്റൻസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അനിമോൾ ഫ്രോഡാണ്, അവൾ കണ്ടില്ലേ അവനെ തേച്ചു, അല്ലെങ്കിൽ കണ്ടില്ലേ വിവാഹം കഴിച്ചിട്ട് ഒരുത്തൻ്റെ കൂടെ നടന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനൊക്കെ എടുക്കാനൊക്കെ പറ്റും. സമൂഹത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ സമൂഹത്തിനകത്ത് ഇറങ്ങി ആണ് പെണ്ണെന്നുള്ള ഇടപഴകി ജീവിക്കാത്ത ആൾക്കാരായിരിക്കും അത്രയും കുറ്റപ്പെടുത്തുന്നത്. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ ഇപ്പോഴും പറയും, സ്റ്റിൽ അനിമോളുടെ ഗെയിമുകളോടൊന്നും എനിക്ക് അല്ലെങ്കിൽ പുറത്തു വന്ന പല കോൺട്രവേഴ്സിയോടൊന്നും താല്പര്യമൊന്നുമില്ല. എങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ആ കുട്ടിയെ ആക്രമിക്കുന്ന ഒരു പരിപാടിയോട് താല്പര്യമില്ല. അത് മാത്രമല്ല, അവർക്കിടയിൽ എന്താണ് ബന്ധം എന്നുള്ള കാര്യം നിങ്ങൾക്കോ എനിക്കോ ഒന്നും പറയുക സാധ്യവുമല്ല. അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഞാനിതൊന്നും പറയുന്നില്ല. തേപ്പിൻ്റെ കാര്യം പറഞ്ഞു കേട്ടില്ലേ, ആ തങ്കച്ചൻ്റെ കൂടെ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ സമയത്ത് പറഞ്ഞു അദ്ദേഹമായിട്ട്, ഞാനത് കേട്ടിട്ടുണ്ട് കേട്ടോ, കോമഡി. ഇവളെ ഞാൻ കണ്ടിട്ടുണ്ട്, കമൻറ്റ് വരെ കണ്ടിട്ടുണ്ട്, ഈ തങ്കച്ചൻ കൊണ്ട് നടന്നവളല്ലേ ഇവളെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടിക്ക് എതിരെയൊക്കെ പറയുന്നത്. എന്തിനാണ് ഇത് പറയുന്നത്? കമൻറ്റ് ഇതിൻ്റെ ഇടയിലുള്ള പല കമൻറ്റുകളും അങ്ങനെ കിടപ്പുണ്ട്. അതെന്തിനാണ്? ആ തങ്കച്ചൻ വിദ്ര എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ സാധുവായിട്ടാണ് ഞാൻ അറിയുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് പലരും നേരിട്ട് അറിയുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, വളരെ സാധുവായിട്ടുള്ള മനുഷ്യനാണ്. ഇവരുമായിട്ടൊക്കെ ആ സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിൻ്റെ അടുത്ത് വളരെ നല്ല അടുത്ത ബന്ധങ്ങളൊക്കെ പുലർത്തി എല്ലാവരും ഒരു ഫാമിലി പോലെ നടന്നവരെന്നാണ് അറിയുന്നത്. അല്ലാതെ ആ പെൺകുട്ടി അദ്ദേഹത്തുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി എന്തിനാണ് പറയുന്നത്? അദ്ദേഹത്തിനെ ഈ പെണ്ണ് തേച്ചു, അഥവാ അനിമോൾ തേച്ചു എന്ന് പറയുന്നു. അപ്പോൾ ജീവൻ തേച്ചു എന്നും പറയുന്നു, ജീവനെ തേച്ചു എന്ന് പറയുന്നു, ആരെയൊക്കെ തേച്ചു എന്ന് പറയുന്നു. നമ്മുടെ ലൈഫുകളെ കുറിച്ച് നമുക്ക് ആർക്കും നമുക്കല്ലാതെ മറ്റൊരാൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ലൈഫിനെ കുറിച്ച് നമുക്ക് ധാരണ ഇല്ലാത്തതുകൊണ്ട് അതിനോട് വലിയ തരത്തിൽ അതിനൊരു ചർച്ചയാക്കണ്ട എന്നുള്ളതാണ്. ചർച്ചയായി, ഇപ്പോൾ ചർച്ചയായെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ മൊത്തം ഇതേ ഉള്ളൂ. എനിക്ക് അയച്ചെന്ന ആൾക്കാർ കണ്ടില്ലേ, ഇവള് ശരിയല്ലാന്ന് എനിക്ക് അയച്ചെന്ന സോറി, ഞാൻ അങ്ങനെ മൊത്തത്തിൽ ഞാൻ പറയുന്നില്ല, എനിക്ക് അയച്ചെന്ന ആൾ പറഞ്ഞു ഈ പുള്ളിക്കാരത്തി അത്ര ശരിയൊന്നുമല്ല, കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചെന്ന്. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ പുള്ളിക്കാരത്തിക്ക് തന്നെ ഞാൻ ഇൻബോക്സിൽ മെസ്സേജിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് ഇന്നലെ വേണ്ടാന്ന് വെച്ച സംഭവമാണ്. പക്ഷേ ഇന്ന് വന്നപ്പോൾ വീണ്ടും 1-2 പേര് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് അവരെ കുറ്റപ്പെടുത്താനേ തോന്നിയിട്ടില്ല. ഇത് കണ്ടിട്ട് എനിക്ക് ആകെ തോന്നിയിട്ടെന്ന് വെച്ചാൽ അവരെ അനാവശ്യമായിട്ട് ഇന്നത്തെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. സോ ആർമി ഗ്രൂപ്പുകൾ മറ്റുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുക. ബൈ.